Hello guys, welcome back to my channel. This is Archana and you're watching Life Unedited by Archana. ഞങ്ങൾ എല്ലാവരും കൂടെ തിരുവനന്തപുരത്തേക്ക് ട്രിപ്പ് പോകാൻ കേട്ടോ. ഇപ്പോൾ സമയം 4 മണിയായി. എൻ്റെ കൂടെ നിങ്ങളും വേണം തോന്നി. അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ ഈ വ്ലോഗ് എടുക്കുന്നത്. ഇതിനെ ട്രിപ്പ് എന്ന് വിളിക്കണോ തീർത്ഥാടനം എന്ന് വിളിക്കണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോട്ടെ. ഈ വ്ലോഗ് കണ്ടിട്ട് എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വാ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. രാവിലെ ഒന്നും കഴിച്ചില്ല കേട്ടോ. അമ്പലത്തിൽ പോകുമ്പോൾ നമ്മളൊന്നും കഴിക്കാൻ പാടില്ലല്ലോ, അതിന് കാപ്പി ഇതാ ഇപ്പോഴാട്ടോ കുടിക്കും. ആദ്യം പോയ അമ്പലത്തിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല. രണ്ടാമത് പോയത് മണ്ണാർശാലയിലേക്കാട്ടോ. മണ്ണാർശാലയെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാട്ടോ ഇവിടെ വരാൻ ഒരു ഭാഗ്യം കിട്ടുന്നത്. ഈ ട്രിപ്പിന് ഞാൻ ഉണ്ടാവുന്ന തീരെ കരുതിയതല്ല. കാരണം എനിക്ക് ഈ സമയത്ത് പ്രാക്ടിക്കൽ നടക്കേണ്ടതായിരുന്നു. ബട്ട് എക്സാമിൻ്റെ ഡേറ്റ് മാറ്റി വെച്ചു. എക്സാമിൻ്റെ ഡേറ്റ് ആദ്യമേ ഈ കറക്റ്റ് ഡേറ്റിലാട്ടോ വന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. ഞാൻ അമ്മയോട് വിളിച്ച് പറഞ്ഞതാ ഞാൻ വരുന്നില്ല എന്ന്. പക്ഷേ നിയോഗം ഇവിടെ വരണമെന്നായിരുന്നു. അങ്ങനെതാ ഞാൻ ഇവിടെ എത്തി. അവിടെ നിന്ന് തൊഴുതിറങ്ങി ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ വെച്ച് തന്നെ കഴിച്ചു കേട്ടോ. ഇനി പോകാൻ പോകുന്ന ശിവഗിരിയിട്ടാണ്. ഒത്തിരി തവണ വന്ന മണ്ണ്, ഇനി ഒത്തിരി തവണ വരണമെന്ന് ആഗ്രഹമുള്ള മണ്ണ്, അതാണ് കേട്ടോ ശിവഗിരി. കുഞ്ഞുനാളിലെ മുതൽ ഒരുപാട് വട്ടം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടേ. ഇവിടെ എത്തിയപ്പോൾ നല്ല ഉച്ച സമയമായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ മുകളിൽ എത്തുമ്പോൾ അതൊന്നും അറിയില്ല കേട്ടോ. നല്ല തണലാണ്, നല്ല കാറ്റും. കുറേ നേരം അവിടെ ഇരുന്നു. നട അടയ്ക്കുന്നോടം വരെ ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. ഇനിയിപ്പോൾ താൻ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും വരേണ്ട സ്ഥലം കേട്ടോ ശിവഗിരി. ഇവിടുത്തെ ആ ഒരു ഇളം കാറ്റേറ്റ് നടക്കാൻ എന്ത് രസമാണെന്നറിയാവോ. നല്ലൊരു സുഖമാണ്, മനസ്സിന് എന്തൊരു ആശ്വാസമാണ്. ഗുരുദേവന്റെ ഈ വചനങ്ങളൊക്കെ വായിച്ച് നടക്കുമ്പോൾ ഒരു അത്ഭുതമാണ് കേട്ടോ മനസ്സിൽ. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ എഴുതി വെച്ചിട്ടുള്ളതാ ഈ കാര്യങ്ങളൊക്കെ. ഈ കാലഘട്ടത്തിലും അത് എത്ര അർത്ഥവത്താണ്. ഇവിടെ ഏതോ ഒരു സ്വാമിയുടെ പ്രസംഗമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടോ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്. മൂന്നാമത്തെ സെറ്റിലാട്ടോ ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത്. നിന്ന് മടുത്തു. എനിക്ക് സത്യം പറഞ്ഞാൽ തല കറങ്ങുന്നുണ്ടായിരുന്നു. എനിക്കൊരു പനി വന്നതിന് ശേഷം ഇപ്പം എപ്പോഴും തലകറക്കാണ് കേട്ടോ, നിൽക്കാനേ പറ്റുന്നില്ല. ഈ ഇടയായിട്ട് ഞാനൊരു ടൈമിങ്ങിലാണ് ഫുഡ് കഴിക്കുന്നത്. കാരണം കോളേജിൽ പോകുന്നത് കൊണ്ട് കറക്റ്റ് 12:30 കഴിയുമ്പോൾ അവിടെ ഫുഡ് കിട്ടും. അതുകൊണ്ട് ആ സമയമാകുമ്പോഴും ഫുഡ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ആമാശം എന്നോട് ചോദിക്കുമല്ലോ എന്താ ഫുഡ് വരാത്തതെന്ന്. ഈ വെയിലൊഴിച്ച് ബാക്കി എന്തും സഹിക്കാം. ഇനി കുറച്ച് കാഴ്ചകൾ കണ്ടാലോ. അപ്പോൾ അതായത് നെക്സ്റ്റ് മോർണിംഗ് ആണ് കേട്ടോ. ഞങ്ങൾ സ്റ്റേ ചെയ്തത് സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല. താഴെ ആയിട്ട് ഒരു സംഭവം ഉണ്ട് കേട്ടോ നമുക്ക് സ്റ്റേ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയാണ് നല്ല തിരക്കായിരുന്നു. ഒരുപാട് പേര് മല കയറാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വെളുപ്പിനാണ് കേട്ടോ കയറുന്നത്. ഞങ്ങൾ വെളുപ്പിന് ഒരു 3 മണി 4 മണിയായപ്പോൾ കയറാൻ തുടങ്ങി. അതിന് മുന്നേ ആയിരിക്കും കയറിയിട്ടുണ്ട് രാത്രി തന്നെ. അതിൻ്റെ വെളിച്ചാട്ടോ കാണുന്നത്. മല കയറാൻ തീരെ വെട്ടവും വെളിച്ചമൊന്നുമില്ല. നമ്മൾ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് തെളിച്ച് വേണ്ട കയറാനായിട്ട്. ഞങ്ങൾ കയറി പോകുന്ന വഴിയിൽ ഒരുപാട് പേര് തിരിച്ചിറങ്ങി വരുന്നുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടില്ലേ, അവരാട്ടോ തിരിച്ചിറങ്ങി വരുന്നത്. അവിടെ തന്നെ കുറേ പേര് സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ട്, ഓരോ സാധനങ്ങൾ വിൽക്കാനൊക്കെ ആയിട്ട് കച്ചവടക്കാർ. പിന്നെ കുറേ അമ്പലങ്ങളുണ്ട് ആ മലയുടെ അകത്ത് തന്നെ ആയിട്ട്. ശിവന്റെയും പല പല അമ്പലങ്ങളുണ്ട്. പിന്നെ ഗുരുദേവന്റെ ചെറിയ ചെറിയ ഗുഹകൾ കാണുന്നുണ്ട്. ഇരുന്ന സംഭവങ്ങളൊക്കെ നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ആ ഉയരത്തി നോക്കുമ്പോൾ അതിനേക്കാൾ രസമായിരിക്കും മേലെ ചെല്ലുമ്പോൾ. പക്ഷെ നമ്മൾ മേലെ ചെല്ലുമ്പോഴേക്കും 2 മണിക്കൂറെങ്കിലും എന്തായാലും എടുക്കും. അപ്പോഴത്തേക്കും ആ ഒരു വ്യൂ പോകും. എന്നാലും രണ്ടാമത്തെ വട്ടാട്ടോ ഈ മല കയറാൻ വരുന്നത്. നല്ല രസമാണ്. കുറച്ച് ടാസ്ക് ഉണ്ട്, കുറച്ച് ബുദ്ധിമുട്ടും. എന്നാലും കുഴപ്പമില്ല, നല്ല രസമാണ്. എന്ത് ബുദ്ധിമുട്ടാണ്. നമ്മളെക്കാൾ എത്രയോ ഏജുള്ള ആൾക്കാരാണ് ഈ മലയൊക്കെ കയറുന്നത്. അവരൊക്കെ എത്ര ചുറുചുറുക്കോടെയാണെന്നറിയാം മലയൊക്കെ ഓടി. അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം. ദൈവമേ, ഇവർക്ക് 10, 60, 70 വയസ്സുണ്ട്, എന്നിട്ട് ഇവർ എങ്ങനെയാണ് കയറുന്നതെന്ന് ഓർത്തിട്ട് ചോദിച്ചാൽ പറയും ഗുരുവിനെ കാണാനല്ലേ പോകുന്നത്, പിന്നെ എന്തിനാ ബുദ്ധിമുട്ടും പേടിയൊക്കെ. ധൈര്യമായിട്ട് കയറി വരാൻ എന്നെ മോട്ടിവേഷൻ ചെയ്യുന്ന അവരായിരുന്നു കേട്ടോ. ഏറ്റവും പൊക്കത്തെത്തിയപ്പോൾ ആകെ ക്ഷീണിച്ചൊരു വഴിയായി. പിന്നെ ഞാൻ വെള്ളമൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പോകേണ്ടത് ശരിക്കും ഇങ്ങോട്ടല്ല, താഴത്തേക്കാണ്. ഞാൻ പോയി പ്രാർത്ഥിച്ചു. അത് ശരിക്കും ഒരു ഗുഹയുടെ അകത്താട്ടോ. അത്
അത് വിഷ്വൽ കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഫുട്ടേജ് എവിടെ എടുത്ത് വെച്ചിരുന്ന, ബട്ട് അത് ഡിലീറ്റ് ആയിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ കഷ്ടപ്പെട്ട് എടുത്തായിരുന്നു, ബട്ട് അത് ഡിലീറ്റ് ആയിപ്പോയി. അത് കഴിഞ്ഞ് നമ്മൾ മേലെ ഹനുമാൻ്റെ അമ്പലത്തിൽ ചെന്ന് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അവിടെ ഒരു പേപ്പറിൽ എഴുതിയിടാട്ടോ. അതൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് തിരിച്ച് നമ്മൾ മടങ്ങുകയാണേ. ഇനി പോകേണ്ടത് അരിയപ്പുറത്തേക്കാണ്, ശിവനെ കാണാൻ. ഉച്ചയായപ്പോഴാട്ടോ ഞങ്ങൾ ഇവിടെ എത്തിയത്. നിങ്ങൾ ഈ വെള്ളം ഒന്ന് കണ്ടിട്ട് വാ, ഞാൻ അത് കഴിഞ്ഞ് ബാക്കി പറയാം. നിങ്ങൾ ഈ ക്യാമറയിൽ കൂടെ കാണുന്നതിനേക്കാൾ അടിപൊളി അവിടുത്തെ വെള്ളം. ആ വെള്ളത്തിൻ്റെ സൗന്ദര്യമൊന്നും എൻ്റെ ഫോണിൽ എനിക്ക് ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കൈയും കാലൊക്കെ കഴുകിയിട്ട് വന്ന് ചെന്ന് പ്രാർത്ഥിച്ചു, ഫുഡ് കഴിച്ചു. ഇനി നമുക്ക് അടുത്തൊരു മല കയറാം, കൊടിയേറ്റ് മല. ഇത് നേരത്തെ കണ്ട ആ മലയുടെ അത്ര ഇതില്ല കേട്ടോ, ചെറിയൊരു മലയാണ്. അത് കയറി കഴിഞ്ഞാൽ പിന്നെ ഈ മലയൊക്കെ പുഷ്പം പോലെ കയറാം. മല കയറി വന്ന് സുബ്രഹ്മണ്യ സ്വാമി പ്രാർത്ഥിച്ചു. അവിടെ നിങ്ങളൊരു കല്ല് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഗുരുദേവനും സുബ്രഹ്മണ്യ സ്വാമിയും സംസാരിച്ചിരുന്ന കല്ലാണ് കേട്ടോ അത്. അവിടുത്തെ കഥയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഗുഹയാണ് കേട്ടോ. ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള, നടന്നു പോകാൻ പറ്റില്ല, നമുക്ക് കമഴ്ന്ന് എഴഞ്ഞു പോകണം, അങ്ങനത്തെ ഒരു ഗുഹയാണ് കേട്ടോ അത്. പേടിയുള്ളവർക്ക് ഒരാളെ കൂടെ കൂട്ടിപ്പോകാം, ബട്ട് ഒരാളെ കൂടെ കൂട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എൻഡ് നമുക്ക് കാണാൻ പറ്റില്ല, നമ്മൾ അതേപടി തന്നെ തിരിഞ്ഞിറങ്ങി വരാം. അങ്ങനെയാ ഈ ഗുഹ. വർഷങ്ങൾക്ക് മുന്നേ ഗുരു ആരും ശല്യം ചെയ്യാതെ ധ്യാനിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയിട്ടുള്ള ഗുഹയാണ് കേട്ടോ ഇത്. സത്യമായിട്ടും നമുക്ക് അത്ഭുതം തോന്നി ഇതൊക്കെ കാണുമ്പോൾ. കാരണം ഈ ഗുഹയൊന്നും ആർക്കും കണ്ടെത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ആ മലയുടെ അപ്പുറവശത്തായിട്ടൊരു ചെറിയ ഹോളാണിത്. ഇപ്പോഴും നെഞ്ചിടിച്ചിട്ടല്ലാതെ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. കാരണം വെട്ടോ ഒന്നുമില്ല, നമ്മൾ കുനിഞ്ഞ് എഴഞ്ഞ് വേണം പോകാനായിട്ട്. അങ്ങനെ അവിടെ കണ്ടു. അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ജസ്റ്റ് ഇരിക്കുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളേ. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ കണ്ടിറങ്ങാൻ പറ്റും. കയറുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും ഇറങ്ങാൻ അത്ര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സാഹസികത എനിക്ക് ഇഷ്ടമാണെങ്കിലും നല്ല രീതിയിൽ പേടിയാണ് ഇതൊക്കെ. അങ്ങനെ ഗുഹ കണ്ടിറങ്ങി നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഉച്ച സമയം കൂടിയല്ലേ, അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ അടുത്ത് തന്നെ കുറേ ചേച്ചിമാരും നാരങ്ങ വെള്ളവും പിന്നെ ഉപ്പിലിട്ട മാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, നെല്ലിക്ക, അതൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ നാരങ്ങ വെള്ളവും പിന്നെ നെല്ലിക്കയും മേടിച്ചു കേട്ടോ. അതൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് പതുക്കെ മല ഇറങ്ങാവേ. ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുള്ളത്, ഇവിടെ തന്നെ നിന്നാൽ പറ്റത്തില്ലല്ലോ. ഇനി നൈറ്റ് ചെമ്പഴന്തിയിട്ടാട്ടോ നമ്മൾ പോകുന്നത്, ഗുരുദേവൻ്റെ സ്വന്തം വീട്ടിലേക്ക്. ഇനി കുറച്ച് അടിച്ചു പൊളിച്ചിട്ട് പോവാം. നമ്മളിപ്പോൾ ചെമ്പഴന്തി വയൽവാരം വീട്ടിലാട്ടോ നിൽക്കുന്നത്. ഈ മണ്ണിലിങ്ങനെ ചവിട്ടി നിൽക്കുമ്പോൾ മനസ്സിന് എന്തോ വല്ലാത്തൊരു സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്നുണ്ട്. ഇതാണ് കേട്ടോ ഗുരുദേവൻ്റെ വീട്. അകത്തായിട്ട് ഗുരുവിൻ്റെ വലിയൊരു പ്രതിമ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മറ്റേ ഇവിടെയും വെച്ചിട്ടുണ്ട് ഒരു റിക്ഷയും പ്രതിമയൊക്കെ. അങ്ങനെ അവിടെയൊക്കെ പ്രാർത്ഥിച്ചു, ശാരദാമ്മേനെയും പ്രാർത്ഥിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് അവിടെ ഇരിക്കുകയായിരുന്നേ. നല്ല രസമുണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളാട്ടോ ലാസ്റ്റ് ബാച്ച്, ആകെ 2 ബാച്ചേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങളാണ് ലാസ്റ്റ് ബാച്ച്, മറ്റവർ പോയി. അപ്പോൾ ഈ വ്ലോഗ് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.